ചിത്ര മരിച്ച് 30 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഭർത്താവും പോയി. അദ്ദേഹം ആശ്രമത്തിലായിരുന്നു. മകളുടെ കാര്യങ്ങൾ നോക്കാൻ ചിത്ര ഏൽപ്പിച്ചത് ഞങ്ങളെ, കുട്ടി പത്മിനി. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിയായിരുന്നു ചിത്ര. 1975 പുറത്തിറങ്ങിയ കല്യാണപ്പന്തലിൽ സിനിമയിലൂടെയാണ് ചിത്ര മലയാള സിനിമയിലെത്തിയത്. ആട്ടക്കലാശം എന്ന ചിത്രത്തിലെ കഥാപാത്രമാണ് ചിത്രയെ ശ്രദ്ധയാക്കുന്നത്. തുടർന്ന് നിരവധി ചിത്രങ്ങളുടെ ഭാഗമാകാൻ ചിത്രയ്ക്ക് സാധിച്ചു. 10-ാം ഉദയം, ഒരു വടക്കൻ വീരഗാഥ, കളിക്കളം, ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്, അമരം, പൊന്നുച്ചാമി, ദേവാസുരം, ഏകലവ്യൻ, പാഥേയം തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങൾ പ്രശംസ നേടിയിരുന്നു. 2001 റിലീസ് ചെയ്ത സൂത്രധാരനായിരുന്നു ചിത്രയുടെ അവസാന മലയാള ചിത്രം. പിന്നീട് തമിഴ് സീരിയലുകളിൽ മാത്രമാണ് അഭിനയിച്ചത്. ചെന്നൈയിലെ വസതിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ചിത്രയുടെ അപ്രതീക്ഷിത വിയോഗം. 1990 ചിത്രയുടെ വിവാഹം. വിജയരാഘവൻ എന്നാണ് ചിത്രയുടെ ഭർത്താവിൻ്റെ പേര്. ചിത്രയുടെ വിയോഗത്തിന് പിന്നാലെ ഭർത്താവും മരണപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ ചിത്രയുടെ ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടിക്കുട്ടി പത്മിനി. ചിത്ര പോയതിനു ശേഷം മകളെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചു. ഈ സമയത്ത് ചിത്രയുടെ ഭർത്താവ് വീട്ടിൽ തനിച്ചാകും എന്ന അവസ്ഥ ആയതിനാൽ അദ്ദേഹത്തെ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി വിട്ടിരുന്നു. മോൾ ഹോസ്റ്റലിലായതുകൊണ്ട് വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തെ നോക്കാൻ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതെന്നും കുട്ടി പത്മിനി പറഞ്ഞു. ചിത്രയുടെ വീടിൻ്റെ താഴത്തെ നില വാടകയ്ക്ക് കൊടുത്തേക്കുമായിരുന്നു. എന്നാൽ മുകളിലത്തെ നിലയിൽ അച്ഛനെ നിർത്താൻ ചിത്രയുടെ മകൾക്ക് ഇഷ്ടമില്ലായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ചിത്ര മരിക്കുന്നതിന് ഒരു 4 മണിക്കൂർ മുമ്പ് ചിത്ര എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. വീട്ടിലെ ഒരു വെള്ളിപ്പാത്രം കാണുന്നില്ല എന്നതായിരുന്നു അവിടുത്തെ പ്രശ്നം. അതിൻ്റെ പേരിൽ അവിടെ ഒരു വഴക്ക് നടന്നിരുന്നു. വഴക്കിന് കാരണം അച്ഛനായതുകൊണ്ടാണ് മോൾക്ക് അച്ഛനോട് ദേഷ്യം ഉണ്ടായിരുന്നതായും പത്മിനി പറയുന്നു. വിജയരാഘവന് നല്ല പ്രായമായിരുന്നു. പ്രായത്തിൻ്റെതായ കുറെ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്നും അതിനാൽ തനിയെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ആശ്രമത്തിൽ കൊണ്ടുപോയി വിട്ടത്. എൻ്റെ സുഹൃത്താണ് ആ ആശ്രമം നടത്തിയിരുന്നത്. ചിത്രയുടെ വിയോഗവും ആരോഗ്യ പ്രശ്നങ്ങളും നൽകിയ വിഷമം കൊണ്ടായിരിക്കണം ചിത്ര മരിച്ച് 30 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ വിജയരാഘവനും പോയി. കുട്ടി പത്മിനി പറയുന്നു, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും മകളുടെ ഭാവി സുരക്ഷിതമായിരിക്കണമെന്ന് ചിത്ര ആഗ്രഹിച്ചിരുന്നു. എൻ്റെ കുടുംബത്തെക്കാളും നിങ്ങളെയും ശരണ്യ പൊന്മണ്ണനെയും വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. ദയവ് ചെയ്ത് രണ്ടുപേരും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മകൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് ചിത്ര പറഞ്ഞിരുന്നുവെന്ന് പത്മിനി പറയുന്നത്. കൂടാതെ ഏതൊക്കെ അക്കൗണ്ടുകളിൽ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞു തന്നു. രാമചന്ദ്ര കോളേജിൽ ചിത്രയുടെ മകൾക്ക് ശരണ്യ പൊന്മണ്ണൻ സീറ്റ് വാങ്ങിക്കൊടുത്തു. ഞാനും പൊന്മണ്ണൻ സാറും പോയി ചിത്രയുടെ വീടിൻ്റെ താഴെ വാടകയ്ക്ക് താമസിക്കുന്നവരുമായുള്ള എഗ്രിമെൻ്റ് മകളുടെ പേരിലേക്ക് മാറ്റി. മാസം 1 ലക്ഷം രൂപ വരുന്ന രീതിയിൽ എല്ലാം ഏർപ്പാട് ചെയ്തു. മുകൾ ഭാഗം വാടകയ്ക്ക് കൊടുത്തില്ല. അമ്മ കഴിഞ്ഞ വീടാണ്. ഞാൻ ഹോസ്റ്റലിലായാലും അമ്മയുടെ ഓർമ്മയ്ക്കായി ഇതിവിടെ ഇരിക്കട്ടെ എന്നായിരുന്നു മകൾ പറഞ്ഞത്. മാസത്തിൽ 1 ദിവസം അവൾ വിളിക്കും. അമ്മയെപ്പോലെ ആകില്ല എന്നറിയാം. എന്നാലും അവൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആൻറ്റിയായിട്ട് ഞാനും പൊന്മണ്ണനും ശരണ്യയുമൊക്കെയുണ്ട്. അവളിപ്പോൾ മെഡിസിൻ 3-ാം വർഷം പഠിക്കുകയാണ് എന്നും കുട്ടി പത്മിനി കൂട്ടിച്ചേർത്തു.